എല്ലാവർക്കും നല്ല നമസ്കാരം. ജാവാസ്ക്രിപ്റ്റ് നോട്ട്സ് ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ ആസ് എ റിട്ടേൺ. അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിരുന്ന ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനുള്ളിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് നമ്മളൊരു വേരിയബിളിനെ ആയിരുന്നു റിട്ടേൺ ചെയ്തുകൊണ്ടിരുന്നത്. അത് വേരിയബിളിനെ ഒരു ഫംഗ്ഷനുള്ളിൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കുന്നു, അതിനുശേഷം ആ ഓപ്പറേഷനിൽ കിട്ടുന്ന വാല്യൂ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ആ വേരിയബിൾ റിട്ടേൺ ചെയ്യുന്നു. ഇതായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിലെ ഒരു വേരിയബിൾ പോലെ തന്നെ ഫംഗ്ഷനെ നമുക്കൊരു വേരിയബിൾ പോലെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അത് വേരിയബിൾ മറ്റൊരു ഇപ്പം 10, 20 നമ്മുടെ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു എൻ്റയർ ഫംഗ്ഷനെ മുഴുവനോടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് സ്വീകരിക്കുന്നിടത്ത് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനെ പിന്നെ ഒന്നും കൂടി ഫംഗ്ഷനെ അവിടെ വെച്ച് രണ്ടാമത് കോൾ ചെയ്യാൻ സാധിക്കും. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും, പക്ഷേ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആദ്യം ഫംഗ്ഷൻ എഴുതുകയാണ്. ഫംഗ്ഷൻ 1 എന്നൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. inside 1. Okay. മറ്റൊരു ഫംഗ്ഷൻ 2. സെറ്റ് 2 എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഫംഗ്ഷൻ 1നെ റിട്ടേൺ ചെയ്യും. ഇവിടെ നമ്മൾ ഗ്ലോബലായിട്ടാണ് ഈ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. ഈ ഫംഗ്ഷൻ ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ ഫംഗ്ഷന് അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഈ അകത്തും ഫംഗ്ഷൻ 2ൻ്റെ അകത്തും അവൈലബിൾ ആണ്. ഈ ഫംഗ്ഷനെ നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നില്ല, മറിച്ച് റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ 1. റിട്ടേൺ 1 എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മൾ റിട്ടേൺ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഫംഗ്ഷൻ ആദ്യം നമ്മൾ 2 എന്ന ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്ത് നോക്കാം. എന്ത് സംഭവിക്കുന്നു? 2 എന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ശരിക്കും പ്രോഗ്രാം മനസ്സിലായെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 2 എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പം നമ്മൾ 2 എന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നു. 2 എന്ന ഫംഗ്ഷനിലേക്ക് സംഭവിക്കുന്നത് കൺസോൾ ഡോട്ട് ലോഗ് ഇൻസൈഡ് 2. അപ്പോൾ ഇൻസൈഡ് 2 എന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം റിട്ടേൺ 1നെ റിട്ടേൺ ചെയ്യുന്നു. 1 എന്താണ്? 1 ഒരു മറ്റൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമല്ല, മറിച്ച് ആ ഫുൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനത്തിനെ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് ഇത്രയും ഈ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് ഫംഗ്ഷൻ ബോഡി. അപ്പോൾ ഇത്രയും ഫംഗ്ഷനെ ഈ 1 റിട്ടേൺ 1 എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുണ്ട്. 1 എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുള്ള ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻസ് വേരിയബിൾ എന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു. അതിന് മനസ്സിലായിരുന്നു ഫംഗ്ഷൻ ഒരു വേരിയബിൾ പോലെ തന്നെയാണ്. അപ്പം 1 എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞ വേരിയബിൾ അല്ല, സത്യത്തിൽ ഫംഗ്ഷനാണ്. ആ വേരിയബിളിൻ്റെ അകത്ത് അല്ലെങ്കിൽ വേരിയബിൾ എന്താണ്? ഇത് ഈ എൻ്റയർ ഫംഗ്ഷനാണ്. അപ്പോൾ എൻ്റയർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ 2 എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്ത പ്രയോജനം കിട്ടുമില്ല. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഇൻസൈഡ് 2 എന്ന് പറഞ്ഞു. ഇൻസൈഡ് 1 വന്നില്ല. കാരണം എന്താ? ഇൻസൈഡ് 2 ഇവിടെ വന്നു, പോയിൻ്റർ ഇവിടെ വന്നു, ഇൻസൈഡ് 2 കാണിച്ചു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിനുശേഷം റിട്ടേൺ 1 കൊടുത്തു. റിട്ടേൺ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. പക്ഷേ റിട്ടേൺ ചെയ്ത വാല്യൂ നമ്മൾ ഒരിടത്തേക്ക് സ്റ്റോർ ചെയ്തില്ല. സ്റ്റോർ ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വരുന്ന ഫംഗ്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിൾ അപ്പോൾ ഈ റിട്ടേൺ വാല്യൂവിൽ എന്താണുള്ളത്? അതാണ് അടുത്ത ചോദ്യം. അതായത് റിട്ടേൺ വാല്യൂവിൽ എന്താണ് കിട്ടുന്നത്? റിട്ടേൺ വാല്യൂവിൽ അതും കൂടി നോക്കുക. 2 എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു, 2 എന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നു, കൺസോൾ ഡോട്ട് ലോഗ് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഇല്ല. അതിനുശേഷം റിട്ടേൺ 1 കൊടുക്കുന്നു. 1 എന്താണ്? ഒരു ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷൻ ഫുള്ള് എവിടെ കിട്ടി? റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു ഫംഗ്ഷൻ കിട്ടി. ഒരു വേരിയബിളിലേക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ വെച്ചുകൊണ്ട്, ആ വേരിയബിൾ വെച്ചുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ 2 പാരാന്തസിസ് ഉപയോഗിച്ചാൽ മതി. അത് ഡബിൾ ബ്രാക്കറ്റ്, ഇതുപോലത്തെ 2 ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. ഏതൊരു വാല്യൂവും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ കോൾ ചെയ്യാൻ വേണ്ടി ഈ വാല്യൂ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇൻസൈഡ് 1 വന്നു. അപ്പം ഇപ്പോൾ കാര്യം പിടിക്കുക. അപ്പോൾ ഇവിടെ 2 ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. സോ ഇത് 2 ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് റിട്ടേൺ ചെയ്ത വാല്യൂ ആണ്. ഇത് റിട്ടേൺ ചെയ്തത് എന്താണ്? റിട്ടേൺ ചെയ്തത് മറ്റൊരു ഫംഗ്ഷനാണ്. ആ മറ്റൊരു ഫംഗ്ഷനെ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് റിട്ടേൺ വാല്യൂ എന്ന ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂ ഉപയോഗിച്ച് റിട്ടേൺ വാല്യൂവിലുള്ളത് എന്താ? 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്.
1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വന്ന് എവിടുന്ന 2 എന്ന ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് 2 എന്ന ഫംഗ്ഷൻ വിളിച്ചു, 2 എന്ന ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു, ആ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്തു, അതിനുശേഷം റിട്ടേൺ വാല്യൂ വെച്ച് അത് കോൾ ചെയ്തു. റിട്ടേൺ വാല്യൂ വെച്ച് കോൾ ചെയ്യുമ്പോൾ സത്യത്തിൽ കോൾ ചെയ്യുന്നത് 1 തന്നെയാണ്. കാര്യം പിടികിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഇൻസൈഡ് 2 പ്രിൻറ്റ് ചെയ്യിക്കുന്നു, അതിനുശേഷം റിട്ടേൺ 1 വന്നു, റിട്ടേൺ 1 ആ ഫംഗ്ഷൻ റിട്ടേൺ 1 കൊടുത്തു, റിട്ടേൺ 1 ചെയ്തു. അപ്പോൾ നമുക്ക് റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 1 കിട്ടി. അതിനുശേഷം റിട്ടേൺ വാല്യൂ നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ റിട്ടേൺ വാല്യൂവിൻ്റെ അകത്തുള്ളത് 1 ആണ്. ആ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളായിപ്പെട്ടു. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ അത് ഇൻസൈഡ് 1 എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം ഇൻസൈഡ് 2 എന്ന് പറഞ്ഞു, രണ്ടാമത് ഇൻസൈഡ് 1 എന്ന് പറഞ്ഞു. ഇത് കാര്യം പിടികിട്ടുന്നത്. ഇനി നമുക്ക് റിട്ടേൺ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഷോർട്ട് ഫോമിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും സംഭവം എന്താ ചെയ്യുന്നത്? ഇത്രയും സംഭവം 2 കോൾ ചെയ്യുന്നു, ഈ സാധനം പ്രിൻറ്റ് ചെയ്യുന്നു, റിട്ടേൺ വാല്യൂ വന്നു. റിട്ടേൺ വാല്യൂ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേറെ വേരിയബിളൊന്നുമില്ല. പക്ഷേ ഈ റിട്ടേൺ വാല്യൂ ഇവിടെ എത്തുന്നുണ്ട്. ആ റിട്ടേൺ വാല്യൂ ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഒന്നും കൂടി വരുന്ന സംഭവം ഫംഗ്ഷനാണെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത്രയും സാധനം എക്സിക്യൂട്ട് കോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫംഗ്ഷനാണ്, റിട്ടേൺ ചെയ്ത് വരുന്ന ഫംഗ്ഷൻ നമുക്കറിയാം. എന്നാൽ ആ ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടി ഒരു പാരന്തസിസും കൂടി അവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കിയേ, എല്ലാം എക്സിക്യൂട്ടായി. അത് ഇങ്ങനെ വിളിക്കുന്നതിന് ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അല്ല, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം വേരിയബിൾ വഴി ഫംഗ്ഷൻ കോൾ ചെയ്യാനാണ് ജാവാസ്ക്രിപ്റ്റ് പലരും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, ഇങ്ങനെയും ചെയ്യാം എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷനെ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഫംഗ്ഷനെ നമ്മൾ സാധാ ഒരു വേരിയബിൾ പോലെ തന്നെ കൈകാര്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. താങ്ക്സ്.